അപ്പോൾ ഞാൻ വേറൊരു വാട്സപ്പ് ഓപ്പൺ ആക്കുവാണ്. അതിനുശേഷം എൻ്റെ വാട്സപ്പിലോട്ട് ഒരു മെസ്സേജ് അയക്കുവാണ്. ഞാൻ എൻ്റെ വാട്സപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹായ് എന്ന് അയച്ചു. കണ്ടല്ലോ, ഓട്ടോമാറ്റിക് റിപ്ലൈ. ഞാൻ ഓൺലൈനിലൊന്നും ഇല്ല, ഇവിടെ ഹലോ എന്ന് മെസ്സേജ് വന്നു. അപ്പോൾ എന്തൊക്കെയുണ്ട് ബ്രോ എന്ന് അയക്കുവാണ്. സുഖം ബ്രോ, ഓട്ടോമാറ്റിക് റിപ്ലൈ വന്നു കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ഇനി ഞാൻ ഫുഡിയോ എന്ന് അയക്കുവാണ്. യാ ബ്രോ യു. ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക് റിപ്ലൈ അയക്കാൻ കഴിയും. ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ജോബിൻ സിആർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വാട്സപ്പിൽ എങ്ങനെ നമുക്ക് ഓട്ടോ റിപ്ലൈ കൊടുക്കാം. അതായത് നമ്മൾ വാട്സപ്പിൽ ഇല്ലെങ്കിൽ തന്നെയും ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ കൊടുക്കാൻ കഴിയും. അതെങ്ങനെയെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനാവശ്യമായ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ഇവിടെ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെർമിഷൻ ചോദിക്കും. അവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ ആക്സസിലുള്ളത് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ അക്സെപ്റ്റ് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഓട്ടോ സ്റ്റാർട്ട് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഓട്ടോ സ്റ്റാർട്ട് എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു പേജിലേക്ക് വരും. അതായത് ഒരാളൊരു മെസ്സേജ് അയക്കുവാണ്, ജസ്റ്റ് ഒരു ഹായ് എന്ന് അയക്കുവാണ്. അപ്പോൾ ഞാനൊരു ഹായ് എന്ന് ടൈപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് എന്ത് റിപ്ലൈ ആണ് പോകേണ്ടത് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക. റിപ്ലൈ മെസ്സേജിൽ ഇവിടെ ഞാൻ ഹലോ എന്ന് ടൈപ്പ് ചെയ്തു. അതായത് ഒരാൾ ഹായ് അയക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹലോ എന്ന റിപ്ലൈ പോകും. പിന്നെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഹായ് അയച്ചോ ഹലോ പോകണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമുക്ക് സ്പെസിഫിക് കോൺടാക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് കോൺടാക്റ്റിനാണോ ഇങ്ങനൊരു സംഭവം വർക്ക് ചെയ്യേണ്ടത് അവരെ സെലക്ട് ചെയ്യാൻ കഴിയും. ആര് മെസ്സേജ് അയച്ചാലും പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫിക് കോൺടാക്റ്റ് ഒന്നും സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി താഴെ കാണുന്ന ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ, സേവ് ആയി കഴിഞ്ഞു. ഇവിടെ നമുക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ ഇഷ്ടം പോലെ മെസ്സേജുകൾ നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എന്തൊക്കെയുണ്ട് ബ്രോ എന്ന് ടൈപ്പ് ചെയ്യുവാണ്. ആരെങ്കിലും ഇന്ന് എന്തൊക്കെയുണ്ട് ബ്രോ എന്ന് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ മെസ്സേജ് അയക്കുവാണ്. സുഖം ബ്രോ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ കാണുന്ന ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സേവ് ആയി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ഇഷ്ടം പോലെ ഇന്ന മെസ്സേജ് ഇങ്ങോട്ട് അയക്കുവാണെങ്കിൽ ഇത് റിപ്ലൈ പോകണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഇനി ഞാൻ ഒന്നുകൂടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരാൾ അയക്കുവാണ്, ഫുഡിയോ എന്ന് അയക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക് റിപ്ലൈ പോകേണ്ടതെന്ന് നമുക്ക് താഴോട്ട് പോയിട്ട് റിപ്ലൈ മെസ്സേജ് കൊടുക്കാം. യാ ബ്രോ യു, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ടിക്ക് കൊടുത്തു. അത് സേവ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ ഞാൻ വേറൊരു വാട്സപ്പ് ഓപ്പൺ ആക്കുവാണ്. അതിനുശേഷം എൻ്റെ വാട്സപ്പിലോട്ട് ഒരു മെസ്സേജ് അയക്കുവാണ്. ഞാൻ എൻ്റെ വാട്സപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹായ് എന്ന് അയച്ചു. കണ്ടല്ലോ, ഓട്ടോമാറ്റിക് റിപ്ലൈ. ഞാൻ ഓൺലൈനിലൊന്നും ഇല്ല, ഇവിടെ ഹലോ എന്ന് മെസ്സേജ് വന്നു. അപ്പോൾ എന്തൊക്കെയുണ്ട് ബ്രോ എന്ന് അയക്കുവാണ്. സുഖം ബ്രോ, ഓട്ടോമാറ്റിക് റിപ്ലൈ വന്നു കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ഇനി ഞാൻ ഫുഡിയോ എന്ന് അയക്കുവാണ്. യാ ബ്രോ യു. ഇങ്ങനെ നമുക്ക് ഓട്ടോമാറ്റിക് റിപ്ലൈ അയക്കാൻ കഴിയും. അത് സ്പെഷ്യൽ കോൺടാക്റ്റിന് മാത്രമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. പിന്നെ കോമൺ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അവിടെ നിന്നും ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.